അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, 3-ാം ക്ലാസ്സിലെ 1-ാം ഭാഗത്തിലെ 1-ാമത്തെ ചാപ്റ്റർ തജ്വീദിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. തജ്വീദുൽ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അല്ലമൽ ഖുർആൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് ഹാദിൽ ഇൻസാൻ وعلى آله وصحبه أهل الإيمان والإحسان. وبعد. الوحدة الأولى القرآن. قرآن നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്തിൽ മുഴുകുകയായിരുന്നു. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അലഖിലെ ആദ്യ 5 ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. ഇത് ഖുർആൻ അവതരണത്തിന്റെ ആരംഭമായിരുന്നു. ഉസ്താദ് ചരിത്രം തുടർന്നു. കുട്ടികളെ, നിങ്ങൾ ഹിറാ ഗുഹ കണ്ടിട്ടുണ്ടോ? മിദിലാജ് മോൻ പറഞ്ഞു, ഞാൻ ഉപ്പയുടെ കൂടെ ഉംറക്ക് പോയപ്പോൾ കണ്ടിട്ടുണ്ട്. പരിശുദ്ധ മക്കയിലും മദീനയിലുമെത്താൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. കുട്ടികൾ ഉച്ചത്തിൽ ആമീൻ പറഞ്ഞു. ഉസ്താദ് തുടർന്നു, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഖുർആനാണ്. ഖുർആൻ പാരായണം ഏറ്റവും പുണ്യമുള്ള സൽക്കർമ്മമാണ്. ഖുർആനിലേക്ക് നോക്കുന്നതുപോലും പ്രതിഫലാർഹമാണ്. ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്യുന്നതിന് ചുരുങ്ങിയത് 10 പ്രതിഫലമുണ്ട്. കുട്ടികൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഖുർആൻ അല്ലാഹു തആലയുടെ കലാമാണ്. അതിന് പ്രത്യേക പാരായണ നിയമവും എഴുത്തു രീതിയുമുണ്ട്. സാധാരണ അറബി വായിക്കുന്നതുപോലെ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. നമുക്ക് അത് മാത്രം വായിച്ചു നോക്കിയാലോ. തജ്വീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായിച്ചു നോക്കാണ്. ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഒന്നും കൂടി. ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ്
എന്ന് പറയുന്നത് അക്ഷരങ്ങളുടെ മഖ്റജുകൾ, സിഫത്തുകൾ, നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങൾ, തഫ്ഖീമും തർത്തീബ് എന്നിവ തജ്വീദ് നിയമങ്ങളിൽ ചിലതാണ്. ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. എന്തൊക്കെയാ അതൊക്കെ തെദരീബാത്തിൽ ഇങ്ങനെ പറയും ഓരോന്നും. അതൊന്നും കൂടി വായിക്കാം. നമ്മൾ വിഷയം തജ്വീദല്ലേ, തജ്വീദുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പരിഗണിക്കണ്ടേ. അപ്പൊ തജ്വീദ് നിയമങ്ങൾ ഒത്തിരി ഉണ്ട്. ചിലതൊക്കെ നമുക്കൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ മനസ്സിക്ക് പറ്റിയതൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു നോക്കണേ. അക്ഷരങ്ങളുടെ മഖ്റജുകൾ, സിഫത്തുകൾ, നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങൾ, തഫ്ഖീം തർത്തീബ് എന്നിവ തജ്വീദ് നിയമങ്ങളിൽ ചിലതാണ്. ഒന്നും കൂടി. അക്ഷരങ്ങളുടെ മഖ്റജുകൾ, സിഫത്തുകൾ, നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങൾ, തഫ്ഖീം തർത്തീബ് എന്നിവ തജ്വീദ് നിയമങ്ങളിൽ ചിലതാണ്. നോട്ട് ചെയ്യേണ്ട രണ്ടെണ്ണം. തജ്വീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, തജ്വീദ് നിയമങ്ങൾ ചിലത്. അങ്ങനെ ഇത് രണ്ടെണ്ണം നമ്മൾ ഹൃദയത്തിൽ നോട്ട് ചെയ്യണം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വായിച്ചത് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ട വിശ്വാസികളിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഉമ്മക്ക് ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഏറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ മൺമറഞ്ഞു പോയ ഉമ്മമാർക്ക്, ഉപ്പമാർക്ക്, ഉസ്താദുമാർക്ക് അവരെ ബർസഖിയായ ലോകം നീ സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.